ഇനിയൊരു സിനിമയായിട്ട് മുന്നോട്ട് വരുമോ ജീവിതത്തിൽ? എനിക്കറിയത്തില്ല, ഞാൻ അതിനെക്കുറിച്ച് ഇപ്പം ചിന്തിക്കുന്നില്ല. എൻ്റെ ആകെ ഫോക്കസ് ഈ മൂവി മാത്രമാണ്. പിന്നെ എന്നെങ്കിലും അറിയത്തില്ല, ഗോഡ്സ് ഗ്രേസ്, എനിക്കറിയത്തില്ല. മനു അവസാനമായിട്ട് എന്താണ് പറഞ്ഞത്? അവസാനമായിട്ട് മനുവിൻ്റെ ആഗ്രഹം ഈ മൂവിയാണ്. എന്ത് വന്നാലും ഇത് പുറത്തിറങ്ങുക എന്നുള്ളത് തന്നെയാണ്. മൂവി മാത്രമായിരുന്നു മനുവിൻ്റെ കഴിഞ്ഞ 5 ലൈക്ക് ഞങ്ങൾ ലൈഫിൽ 2018 ഞങ്ങളുടെ കല്യാണം. ആ 5 വർഷത്തെ ജീവിതത്തിൽ മനു ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള വാക്ക് സിനിമ 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 എന്ന് മാത്രമാണ്. സിനിമയായിരുന്നു മനുവിൻ്റെ ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മനുവായിട്ട് തന്നെയാണ് ഈ മറ്റ് പ്രൊഡ്യൂസർമാരൊക്കെ കണ്ടെത്തിയത്? അതെ, അവരൊക്കെ US ബേസ്ഡ് ആയിട്ടുള്ളവർ തന്നെയാണ്. മനുവായിട്ട് തന്നെ, മനുവും മനുവിൻ്റെ ഫാമിലിയും US-ലായിരുന്നു. അങ്ങനെ കണക്ട് ചെയ്തതായിരുന്നു എല്ലാവരും. മനുവായിട്ട് തന്നെ കണ്ടെത്തിയതാണ് എല്ലാവരെയും. അല്ല, പറയുന്നു മനുവിടെ സ്വപ്നം ഇത് 2012 വിവാഹം കഴിയുന്നു, 2020 സിനിമ തുടങ്ങുന്നു, 25 റിലീസിലേക്ക് വരുന്നു. എത്ര വർഷമാണല്ലേ? അതെ, എൻ്റെ ലൈഫ് 7 വർഷം. അതെ, 7 വർഷം. അപ്പോൾ മനു എത്ര വർഷം മുമ്പ് തുടങ്ങിയതായിരിക്കും? മനു ചെറുപ്പത്തിൽ ഒരു ബാലതാരമായിട്ട് ഐ എം ക്യൂരിയസ് എന്ന് പറഞ്ഞിട്ട് ഒരു മൂവിയിലുണ്ടായിരുന്നു. ഏത് സിനിമയാണ്? ഐ എം ക്യൂരിയസ്. അതിന് എന്തൊക്കെയോ അവാർഡ് കിട്ടിയിരുന്നു. ഏതാണ്? മനുവിന്. അപ്പോൾ ആ മൂവിയിലുണ്ടായിരുന്നു. പിന്നെ അത് മനു ചെറുപ്പം മുതലേ ഭയങ്കര ആഗ്രഹമുള്ളതായിരുന്നു. പിന്നെ തെലുങ്ക് മൂവീസിലും ഒക്കെ അസോസിയേറ്റ് ചെയ്തും ഒക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ചെറുപ്പം മുതലുള്ള ആഗ്രഹമാണ്, വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ് ഈ നാൻസി റാണി ഈ സ്റ്റേജിൽ വരെ നിൽക്കാനുള്ള കാരണം. ഈ മനുവിൻ്റെ പേരൻസ്? മനുവിൻ്റെ പേരൻസ് US-ലാണ്. അവർ എങ്ങനെയാണ് ഈ വിഷയങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ? അവർക്ക് മനുവാണ് അവരുടെ മൂത്ത മകൻ. പൂർണ്ണ സപ്പോർട്ടായിട്ട് തന്നെ നിൽപ്പുണ്ട് എന്തുണ്ടെങ്കിലും. കാരണം അവരുടെയും ആഗ്രഹമാണ് അവരുടെ മകൻ ആദ്യമായിട്ട് ചെയ്യുന്നത്. അതും ഇത്രയും വർഷങ്ങൾ. ഞാൻ 2018 കല്യാണം മുതലാണ് ഞാനും 1991 മനു ജനിക്കുന്നത്. അപ്പോൾ ആ കാലം, അത് കഴിഞ്ഞിട്ട് മനുവിന് ഓർമ്മ വെച്ച കാലം മുതൽ മനു സിനിമ 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 എന്ന് പറയുന്നതാണ്. ഇഷ്ടമുള്ളതാണ്, അഭിനയിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്, സംവിധാനം ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അതെല്ലാം ആ കുടുംബം ചെറുപ്പം മുതലേ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്കിത് എത്രത്തോളം ആഗ്രഹമുള്ളതായിരിക്കും. അവരും ഇതിനു വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത്. ഇത്രയും വേദനകൾ മനസ്സിൽ വെച്ചിട്ട് എങ്ങനെയാണ് ഇങ്ങനെ പ്രസന്റ് ആയിട്ടിരിക്കാൻ തോന്നുന്നത്? എങ്ങനെ കഴിയുന്നു മേഡത്തിന്? എനിക്കറിയത്തില്ല. മനുവിൻ്റെ ധൈര്യമായിരിക്കാം മേ ബി. പിന്നെ ഞാൻ ഒരുപാട് ഫേസസ് ഇപ്പോൾ ഫേസ് ചെയ്ത് വന്നേക്കുന്ന സ്ട്രഗിൾസ് ആണെങ്കിലും എല്ലാം ആണെങ്കിലും. കാരണം എനിക്ക് 29 വയസ്സുള്ളപ്പോഴാണ് മനു മരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ 31, 2 ഇയേഴ്സ്. അപ്പോൾ ആ 29 വയസ്സിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് മിക്കവരും ഫേസ് ചെയ്യുന്ന ആ സ്റ്റേജിനപ്പുറം ഞാൻ ഫേസ് ചെയ്തേക്കുന്നത്. അതും ഇപ്പോൾ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ സമയത്തും കോവിഡ് വന്നതും അപ്പോൾ ആ സമയത്തുള്ള മനുവിൻ്റെ സ്ട്രഗിളും ഇതും എല്ലാം കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതെല്ലാം ഫേസ് ചെയ്ത് വരുമ്പോൾ എന്തും നമ്മൾക്ക് എന്താ പറയുക ഓവർകം ചെയ്യാൻ പറ്റും, നമ്മൾക്ക് ഫേസ് ചെയ്ത് മുന്നോട്ട് ഇനിയും പോകാൻ പറ്റും എന്നുള്ള ധൈര്യം എനിക്ക് എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടായിരിക്കാം മേ ബി. ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ച മുഹൂർത്തമായിരുന്നു ആ സമയം, മനുവിൻ്റെ നഷ്ടം. ആ നഷ്ടം നികത്തി ഇവിടം വരെ എത്തുമ്പോൾ ഈ പറയുന്ന എല്ലാം കവർ ചെയ്ത് തന്നെയാണ് പോകുന്നത്. അതിനൊരു മാറ്റമില്ല. പക്ഷേ എങ്കിലും ആ ഒരു ധൈര്യമുണ്ടല്ലോ. ഇനിയും എനിക്ക് മുന്നോട്ടുള്ള യാത്ര, മനുവിൻ്റെ പേരിലൊരു സിനിമ, ആ മുന്നോട്ടുള്ള യാത്ര വലിയൊരു യാത്രയാണ് കേട്ടോ. എത്ര വേദനകൾ ഉള്ളിൽ ഒതുക്കിയാണ് പോകുന്നത്. കുട്ടി കരയാറുണ്ടോ? കരഞ്ഞിട്ടുണ്ട്. മനു മരിച്ച സമയത്ത് ആക്ച്വലി ഒരു 3 മാസത്തോളം എനിക്ക് കരച്ചിലൊന്നും വരുന്നില്ലായിരുന്നു. മേ ബി ഷോക്കായിരിക്കാം. അതെല്ലാം കഴിഞ്ഞിട്ട് പതുക്കെയാണ് ഞാൻ ഓക്കെ ആയി വന്നത്. അപ്പോഴും എൻ്റെ മനസ്സിലാകെ ഉണ്ടായിരുന്നത് ഈ സംഭവം മാത്രമായിരുന്നു. ഇതെങ്ങനെ, കാരണം എനിക്കൊന്നും അറിയത്തില്ല. ഒരു ബിഗ് സീറോ ആയിരുന്നു ഞാൻ. ഇപ്പോഴും ആണ്, ബട്ട് ഒന്നും അറിയുന്നതായിരുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് ഓരോന്ന് പഠിച്ച് ഇതൊക്കെ ഇതെങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് പുറത്ത് വരാമെന്നുള്ള ആ ഒരു ഇതിലായിരുന്നു. അതിൽ നിന്നെല്ലാം പതുക്കെ ഞാൻ കരകയറി വന്നത്. 3 മാസം അല്ലേ സൈലൻ്റ് ആയിപ്പോയി? അത്യാവശ്യം നല്ല സൈലൻ്റ് തന്നെയായിരുന്നു. ഞാൻ ആകെ എൻ്റെ പപ്പയുടെയും മമ്മിയുടെയും അടുത്ത് സംസാരിക്കും. അനിയത്തിയുണ്ട്, അവളുടെ അടുത്തും അങ്ങനെ വളരെ ഇതായിട്ട് മാത്രമൊക്കെ, അല്ലാതെ പുറത്തേക്ക് പ്രത്യേകിച്ച് ഒന്നിനും ഒരു താല്പര്യം ആദ്യം അങ്ങനെ തോന്നുന്നില്ലായിരുന്നു. മെയിൻ റീസൺ എനിക്ക് സങ്കടമുണ്ട്, പക്ഷെ എനിക്ക് കരയാൻ പറ്റുന്നില്ല. അപ്പോൾ അവരെല്ലാം കരയെന്ന് പറയും, പക്ഷെ എനിക്ക് കരയാൻ പറ്റുന്നില്ല. പിന്നെ അത് ഞാൻ കൗൺസിലിങ്, ജയശ്രീ മാം ഒരു കൗൺസിലിങ്ങും ഇതുമൊക്കെ ഇങ്ങനെ എടുത്ത് പുള്ളിക്കാരത്തി ഇങ്ങനെ സാരമില്ല എല്ലാം ഓക്കെ ആണെന്നെല്ലാം പറഞ്ഞാണ് ഞാൻ ഓക്കെ ശരിയാണ്, ഇതിലൊന്നും ലൈഫ് നിന്ന് പോകേണ്ടതല്ല, ഇതിന് വേണ്ടിയിട്ട് നോക്കി, ഇന്ന പോയിന്റ്സ് ഇങ്ങനെ നോക്ക്, അപ്പം ലൈഫ് നീ വിചാരിക്കുന്ന പോലെ ആകും എന്നെല്ലാം പറഞ്ഞാണ് ഞാനതൊന്ന് ബെറ്ററായിട്ട് ഓക്കെ ആയിട്ട് വന്നത്. അപ്പോഴും നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഗോൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി പവർ വരും. അതായിരിക്കാം മേ ബി.
ഒന്ന് നമ്മളൊന്ന് വീണ് കിടക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ഈ സമയങ്ങൾക്ക് വീണ് കിടക്കുമ്പോൾ നമുക്കൊരു കൈ പിടിച്ച് ഉയർത്താൻ ദൈവത്തിനെ പോലെ ഒരാളുണ്ടാവും എപ്പോഴും. അങ്ങനെ ഒരാൾ പേര് പറയാൻ പറഞ്ഞാൽ, പേരൻസ് മാറ്റി നിർത്തിയ ഒരാളുടെ പേര് പറയാൻ പറഞ്ഞാൽ ആരുടെ പേര് പറയാൻ പറ്റും? അങ്ങനെ ഞാൻ പേരൻസിൻ്റെ പേര് മാറ്റി നിർത്തി വേറൊരാളുടെ പേര് പ്രത്യേകിച്ച് പറയാനൊന്നും പറഞ്ഞ് എനിക്കില്ല. അത് ഞാൻ തന്നെയാണ് എനിക്ക് ഞാൻ തന്നെയാണ് എന്നെ ഇൻസ്പയർ ചെയ്യുന്നത്. വേറെ ആരും ഞാൻ പറയത്തില്ല. കാരണം എൻ്റെ ആവശ്യമാണിത്, എൻ്റെ ഗോളാണിത്. അപ്പം ഞാൻ തന്നെയാണ്, ഞാനല്ലാതെ ഇതിന് വേറെ ആരും മുന്നിട്ടിറങ്ങാനില്ല എന്നൊരു തോട്ട് എനിക്ക് വന്നു. പിന്നെ ഞാൻ തന്നെയാണ് എൻ്റെ ഇൻസ്പിറേഷൻ. എല്ലാം തട്ടി മാറ്റി പകഞ്ഞ് മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. അതെ, അല്ലേ? തീർച്ചയായിട്ടും അതെ. ഒത്തിരി തടസ്സങ്ങളുള്ളപ്പോഴും തടസ്സങ്ങൾ ഉണ്ട്, അതെല്ലാം നമ്മൾ ഫേസ് ചെയ്യണം, മുന്നോട്ട് പോകും. ഇനി റിലീസ് വരെ ഒരു സ്വസ്ഥതയില്ല, ഉറക്കമില്ലായ്മ ഒക്കെ അനുഭവിക്കൂലേ? തീർച്ചയായിട്ടും ഉണ്ട്. റിലീസ് വരെയും തീർച്ചയായിട്ടും ഉറക്കമില്ലായ്മയുണ്ട്. അതിപ്പോൾ ഇത്രയും കാലം എന്ത് ഫേസ് ചെയ്തു അത് തന്നെ ഇപ്പോഴും ഫേസ് ചെയ്യുന്നു. പ്രശ്നമുള്ളതല്ല. അവിടെയൊക്കെ ജീവിതത്തിൽ പേരൻസ് ഇപ്പം അനുഭവിക്കുന്നുണ്ടാവും നമ്മളെ ഓർത്ത്. തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ അടുത്ത ഫ്രണ്ട്സ് അനുഭവിക്കുന്നുണ്ടായിരിക്കും. ഉണ്ട് അല്ലേ? ഈ സിനിമയിൽ നമ്മളോട് ചേർന്ന് നിന്നവർ എല്ലാവർക്കും ഉണ്ട്. എന്താകും അല്ലേ? അതെ. ഇനി അവരുടെ മുന്നിലുള്ള സിനിമയ്ക്ക് അപ്പുറത്തേക്ക് മേഡത്തിൻ്റെ ഒരു അവസ്ഥയാണ് അവർ ചിന്തിക്കുന്നത്. മേഡത്തിൻ്റെ യാത്ര എങ്ങനെയാണ് അല്ലേ? അതെ, ഡിസൈഡ് ചെയ്തിട്ടില്ല. അത് വരുന്നത് പോലെ കാണാം എന്നുള്ളൊരു തോട്ട് മാത്രമേ എനിക്കുള്ളൂ. അല്ലാതെ ഒന്നും നമ്മുടെ ലൈഫിൽ എന്ത് പ്ലാൻ ചെയ്താലും ആ പ്ലാൻ ചെയ്യുന്ന പോലെ ഒരിക്കലും ലൈഫ് മുന്നോട്ട് പോവില്ല. അത് ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ നിന്ന് മനസ്സിലാക്കി. സിനിമ ജീവിതത്തിനുള്ളിൽ മനുവായിട്ട് പരിചയപ്പെട്ടിട്ട് സിനിമയായിട്ട് മനു പോകുന്നു. മനു സിനിമ തന്നെയാണ്. മനു പറഞ്ഞ ഒരു സിനിമയെ ബന്ധപ്പെട്ട് മനു പറഞ്ഞ എന്തെങ്കിലും ഓർമ്മയിൽ നിൽപ്പുണ്ടോ? സിനിമ ഇങ്ങനെയാണ് മോളെ, അല്ലെ ഇതാണ് സിനിമ, അങ്ങനെ പറഞ്ഞ എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ? പോസിറ്റീവ്സും നെഗറ്റീവ്സും എല്ലാം പറയുന്നതൊക്കെ തന്നെയാണ്. പിന്നെ അതെല്ലാം ആ മൊമെൻറ്റിൽ കേട്ട് അങ്ങ് കളയുന്നു. കാരണം ഞാൻ അത് ഉള്ളിലേക്ക് എടുക്കേണ്ട ആവശ്യം എനിക്ക് ആ സമയത്ത് വരുന്നതല്ലായിരുന്നു. പിന്നെ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഇൻഡസ്ട്രി ഇങ്ങനെയാണ്, സൂക്ഷിക്കണം, ചിലവരുണ്ട് നല്ലത്, ചിലവരുണ്ട് നമ്മൾക്ക് അറിയത്തില്ല എങ്ങനെയായിരിക്കും, അതെല്ലാം കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് മാത്രം പോവുക എന്നുള്ളത് മനസ്സിലേക്ക് വന്നു. അതനുസരിച്ചിട്ട് മാത്രം ഇപ്പോഴും നിൽക്കണം. അല്ലാതെ എക്സാക്റ്റ് ഒരു പോയിന്റ് മനു പറഞ്ഞത് വിചാരിച്ച് അങ്ങ് ആ ട്രാക്കിൽ അങ്ങനെ പോകുന്നില്ല. കാരണം എല്ലാം ഇൻക്ലൂഡഡ് ആണ് ഇതിലെന്ന് അറിയാവുന്നത് കൊണ്ട്. ഈ മനുവിൻ്റെ മരണം പെട്ടെന്നായിരുന്നല്ലോ. അതെ, പെട്ടെന്നുണ്ടാകുന്ന ഒരു സംഭവമാണല്ലോ അത്. ലൊക്കേഷനൊക്കെ വന്ന് പടത്തിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മരണം ഉണ്ടാകുന്നത്. അവിടെ വെച്ച് ഈ സിനിമ അടഞ്ഞു പോവുകയാണ് അല്ലേ? സിനിമയ്ക്ക് ലോക്ക് വീഴുകയാണ്. ഒരിക്കലും ഈ സിനിമ പുറത്തേക്ക് ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. അവിടെ തീർന്നു. അങ്ങനെ ചരിത്രവും സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ചില ആളുകളുടെ മരണത്തോടു കൂടി സിനിമ ഇല്ലാതാവുന്നു. പക്ഷേ അവിടെ നിന്നാണ് ഇത് ഉദിച്ചുയരുകയാണ് വീണ്ടും. രണ്ടാം ജന്മം പോലെയാണ് ഈ സിനിമ ഇപ്പോൾ വരുന്നത്. ഈ ഝാൻസി റാണി രണ്ടാം ജന്മമാണ് കൊടുക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന ഏത് തട്ടുകേടുണ്ടായാലും കൂടെ ഉണ്ടാവും ഞാൻ. സന്തോഷം, വളരെ സന്തോഷം. ഞങ്ങളെ ഗ്രൂപ്പ് കൂടെ ഉണ്ടാവും. സന്തോഷം, ഉറപ്പേ എനിക്കിപ്പോൾ തരാൻ പറ്റുള്ളൂ. സന്തോഷം. പക്ഷെ അങ്ങനെയാണ് വേണ്ടത്. ഇത്രയും വേദന ഉള്ളിൽ ഒതുക്കിയിരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ എനിക്കൊന്നും പറയാനുമില്ല, എനിക്ക് ചോദിക്കാനില്ലാത്ത അവസ്ഥയാണ്. ആ ഒരു ധൈര്യം, ആ മനക്കെട്ടി എന്ന് പറയും പഴയ കാരണന്മാർ, മനക്കെട്ടി അതിപ്പോൾ നന്നായിട്ടുണ്ട്. എന്തും ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ലൈഫ് എക്സ്പീരിയൻസ് ആയിരിക്കാം. ഈ ചെറിയ പ്രായത്തിൽ അനുഭവിക്കാവുന്ന അപ്പുറത്തേക്ക് അനുഭവിച്ചു. അതെ, ഇനി ഒന്നും അനുഭവിക്കാനില്ല, ഒരു പരിധി വരെ ഇല്ല. അതുകൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും. എന്തുണ്ടെങ്കിലും ഫേസ് ചെയ്ത് മുന്നോട്ട് തന്നെ പോകും. ഫ്രണ്ട്സ് സർക്കിളൊക്കെ എങ്ങനെയാണ്? ഫ്രണ്ട് സർക്കിളുണ്ട്. എല്ലാവരും നല്ല, എനിക്ക് വേണ്ടി തന്നെ എൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന നല്ല കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഒരു അഭിനയമെന്ന ആഗ്രഹമൊന്നും ഇല്ലല്ലോ? ഒരിക്കലും ഇല്ല. സിനിമയുള്ള ആഗ്രഹമില്ലായിരുന്നു. സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതല്ലാതെ മനുവിന് സിനിമ കമ്പ് എങ്ങനെയാണ് കയറിയെന്ന് ചോദിച്ചിട്ടുണ്ട് മനുവിന്റെ അടുത്ത്? ചെറുപ്പം മുതലേ ഉള്ളതാണ്. ഈ അഭിനയം വന്നപ്പോ തൊട്ട് പിന്നീട് സിനിമയിലേക്ക് തന്നെ അങ്ങ് പോയി. പിന്നീട് സിനിമ തന്നെയാണ്. മനുവിന്റെ കുടുംബവും മൊത്തം മനുവിന് ഒരു സപ്പോർട്ട് ചെയ്തിരുന്നു. അല്ലേ? അതെ. പിന്നെ സിനിമയിൽ നിന്ന് മനു മാറിയിട്ടില്ല? ഇല്ല, പിന്നെ സിനിമയിൽ നിന്ന് മനു മാറിയിട്ടില്ല. മനു കല്യാണത്തിന് മുമ്പ് എന്നോട് സംസാരിച്ചിരുന്നു, മൂവി താല്പര്യമുള്ളതാണ്, ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ പറയണം എന്ന്. ഞാൻ പറഞ്ഞു ഇല്ല, നമ്മൾക്ക് ഒരാൾക്കൊരു ആഗ്രഹം ഉണ്ടെന്ന് അറിയുമ്പോൾ അത് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നോക്കിയോ, കുഴപ്പമില്ല. അതിന് കൈ പൊള്ളിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയും കേട്ടോ പോവണ്ട എന്നൊന്ന്. അപ്പം അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിന്നതാണ്. കൈ പൊള്ളുകയല്ല ചെയ്തത് അവിടെ അല്ലേ? അതെ. മൊത്തത്തിൽ മനു നമ്മളെ വിട്ടു പോയത്. മനുവിൻ്റെ കൈ പൊള്ളിയിട്ടില്ല ഇതുവരെ. മനുവിൻ്റെ കൈ പൊള്ളത്തുമില്ല. മനു എല്ലാം നമുക്കൊരു ദൈവവിളി പോലെ ഉണ്ട്, മുകളിൽ നിന്ന് കാണുന്നുവെന്ന് വിശ്വാസത്തിലുള്ളവരാണ് നമ്മളെല്ലാവരും. മനു ഇതെല്ലാം കാണുന്നുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതാണല്ലോ നമ്മുടെയൊക്കെ വിശ്വാസം പറയുന്നത്. അപ്പം മനു കൂടെ ഉണ്ട്. ആ മനുവിടെ കൂടെയുള്ള യാത്രയാണ്. ഇടവും വലവും മനു ഉണ്ട്
അല്ലെങ്കിൽ ഒരിക്കലും സ്ട്രൈറ്റ് ആയിട്ട് പോകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നില്ല ഞാൻ. ഇല്ല, ഇല്ലെങ്കിൽ ഈ സിനിമ എനിക്കിപ്പോൾ ഈ ലെവൽ വരെ ആണെങ്കിലും എത്താൻ പറ്റണമെന്നുമില്ല. തീർച്ചയായിട്ടും മനു അവിടെ ഇരുന്ന് കാണുന്നുണ്ട്, മനു എവിടേക്കോ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ലെവലിൽ അറ്റ്ലീസ്റ്റ് ഇവിടം വരെയെങ്കിലും എത്തിയത്. എന്തായാലും ഇത്തരം ആളുകൾ ഈ സിനിമാ മേഖലയിലുണ്ട്, സഹകരിക്കാത്തവരും സഹകരിക്കുന്നവരും. മനു പറഞ്ഞതല്ല, നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്. അത് ഈ ചെവിയിൽ കയറ്റി ഈ ചെവിയിലെ കളഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഞാൻ തോന്നുന്നു. അങ്ങനെ വിശ്വസിച്ച് യാത്ര തുടരുക. സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. ഏപ്രിൽ വരെ നമ്മൾ കാത്തിരിക്കുകയാണ്. നമ്മൾ നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യാമെന്ന് ഞങ്ങൾ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാവുന്ന ആളാണ് അദ്ദേഹം, നമ്മളുമായിട്ട് എല്ലാ ദിവസവും സംസാരിക്കുന്നുണ്ട്. നമ്മൾ മാക്സിമം നോക്കുന്നുണ്ട്. ഞങ്ങളുടെ ഈ സിനിമയുടെ പേര് നിങ്ങളുടെ കിരീടമാണ്, അൻസി റാണി എന്ന് പറഞ്ഞാൽ. അതിനൊരു മാറ്റമില്ല. അഹങ്കാരികൾ എന്നും അഹങ്കാരികളായിട്ടിരിക്കും. ആരായാലും അവർക്കൊരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നത് തെറ്റാണ്. നിങ്ങളുടെ കൂടെ മലയാള സിനിമയെ സ്നേഹിക്കുന്ന എല്ലാ പ്രേക്ഷകരും ഉണ്ടാവും. മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന മനുവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മനുവിൻ്റെ സിനിമയായിട്ട് ബിഗ് സ്ക്രീനിൽ എഴുതി വരുമ്പം എഴുന്നേറ്റ് നിന്ന് ആരോഗ്യത്തോടെ കൈയടിക്കാൻ വലിയൊരു സന്നാഹം തന്നെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.